ഡൽഹി സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങളിലെ സുരക്ഷാ വീഴ്ചയിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഡൽഹി കോർപ്പറേഷനും നോട്ടീസ്. മലയാളി വിദ്യാർത്ഥി നെവിൻ ഡാൽവിൻ ഉൾപ്പെടെയുള്ളവർ മുങ്ങി മരിച്ച സംഭവത്തിലാണ് നടപടി. വിവരങ്ങളുമായി ഷബ്ന സിയാദുണ്ട്. ഷബ്ന, വലിയ പ്രതിഷേധം ഉയർന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കഴിഞ്ഞ 27-നാണ് രജീന്ദർ നഗറിലെ റാവുസ് IAS സ്റ്റഡി സർക്കിളിന്റെ ബേസ്മെന്റിൽ പ്രവർത്തിച്ചിരുന്ന ലൈബ്രറിയിലേക്ക് മഴവെള്ളം ഇരച്ചു കയറി അപകടമുണ്ടായത്. അന്ന് കാലടി നീലൂർ സ്വദേശിയായ നെവിൻ ഡാൽവിൻ ഉൾപ്പെടെയുള്ളവർ മരിച്ചിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കോടതി വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതുപോലെ ഈ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ ഇത്തരം അപകടമുണ്ടായത് സംബന്ധിച്ച കേസ് CBIക്ക് കൈമാറാൻ ഡൽഹി ഹൈക്കോടതിയും ഉത്തരവിട്ടിരുന്നു. അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കാൻ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്റെ പേര് നിർദ്ദേശിക്കാൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷനോടും ഡൽഹി ഹൈക്കോടതി നേരത്തെ തന്നെ ഇതിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസിനെ നിശിതമായി അന്ന് കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥരുടെ അഴിമതി അപകടത്തിന് കാരണമായിട്ടുണ്ടെന്നും കേസിന്റെ ഗൗരവം പരിഗണിച്ച് CBI ഏൽപ്പിക്കണം എന്ന് ഡൽഹി ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. പിന്നീടാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് എതിർകക്ഷികളോട് വിശദീകരണം തേടിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് എന്ത് സുരക്ഷയാണ് ഏർപ്പെടുത്തുന്നത് എന്നായിരുന്നു സുപ്രീം കോടതി ഇന്ന് ചോദിച്ചത്. ഡൽഹി സർക്കാരിനോടും അതുപോലെ കേന്ദ്ര സർക്കാരുകളോടും ഡൽഹി കോർപ്പറേഷനോടും ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, വിശദാംശങ്ങൾ നൽകിയത് ഷബ്ന സിയാദാണ്.